1 വയസ്സ് തൊട്ട് നമ്മൾ എല്ലാ വഞ്ചിപ്പാട്ടിൻ്റെ ഇതിനും കൊണ്ടുപോയിരുന്നു. ആറന്മുള നമ്മൾ വള്ളസദ്യക്ക് കൊണ്ടുപോയിരുന്നു. അന്നേരം കൊടുമരച്ചോട്ടിൽ നിന്ന് ആദ്യമായിട്ട് താളം പിടിക്കുകയായിരുന്നു ചെയ്തത്. നമുക്ക് എല്ലായിടത്തും കുഞ്ഞിന്റെ പേരിലാണ് നമ്മളിപ്പോൾ അറിയപ്പെടുന്നത്. അത് തന്നെ ഒരു അഭിമാനമായിട്ടാണ്. കുഞ്ഞുനാൾ മുതല് 1 വയസ്സൊക്കെ ആകുമ്പോൾ താളം പിടിച്ച് തുടങ്ങണു, 3ാമത്തെ വയസ്സിൽ പാട്ട് പാടി തുടങ്ങണം. ടീച്ചർമാർ പാടുന്നതിന് മുന്നേ ഞാൻ പാടാന്ന് പറഞ്ഞ് പാടിക്കൊടുക്കും. കുഞ്ഞിനെ ഗർഭാവസ്ഥയിൽ ഇരിക്കുമ്പോൾ മുതൽ ചേച്ചി ഇങ്ങനത്തെ പാട്ടുകൾ കേൾക്കാറുണ്ടായിരുന്നോ? വഞ്ചിപ്പാട്ട് കേൾപ്പിക്കുമ്പോൾ കുഞ്ഞ് നല്ലതായിട്ട് മൂവ്മെന്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പൊ നമ്മള് തിരുവാറന്മുളയിലെ ഒരു കുമ്മിയാണ് പാടുന്നത്. അതായത് ഞാൻ നേരത്തെ പറഞ്ഞില്ലായിരുന്നു, നമ്മള് വഞ്ചിപ്പാട്ട് പാടാം, നമുക്ക് പാടാം. അപ്പം അക്കരെ ഇക്കരെ ആയിട്ടുള്ളൊരു നമ്മുടെ 2 സംസ്കാരങ്ങളെ ഒന്നിച്ചൊരു പാട്ടാണ് തിരുവാറന്മുള കുമ്മി എന്ന് പറയുന്നത്. ആ തിരുവാറന്മുള കുമ്മി പാടിക്ക്. തനതുണ്ട് തനതിന്ദ തിരുദാന തനനാനം താനന്നനതിന്ദഗതഗതൈ തനനാനം. ഓ ഇതാരാ പഠിപ്പിച്ചേ? ഇതാരുടെ പാട്ടാ? ആരുടെ പാട്ടാ? ഏതപ്പന്റെ പാട്ടാ? തന്നന്നാപ്പന്റെ പാട്ടാ. തന്നന്നാപ്പന്റെ പാട്ടാണോ? തന്നന്നാപ്പൻ എന്ന് പറഞ്ഞ ആരാ? ആരാ? ഞാനല്ലോ. അപ്പം ചട്ടുകളങ്ങരയാന്ന് പറ. ഇനി നമ്മൾ എന്താ ചെയ്യാ? ഇനി നമുക്ക് പാട്ടുണ്ടോ? ഇനി ശ്രീപത്മനാഭ പാടണം. ശ്രീപത്മനാഭ പാടാം. ഗോവിന്ദ 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 ശ്രീപത്മനാഭ. ബാബു ബാബു ശ്രീപത്മനാഭ മുകുന്ദ മുരാന്തക. ശ്രീപത്മനാഭ മുകുന്ദ മുരാന്തക. ഐ അയ്യ തേ തേ തഗതി തതദൈദൈദോ നാരായണ ദിന്നെ തതദൈദൈദോ നാരായണ ദിന്നെ കാണുമാറാമേണം. നാരായണ നിന്നെ കാണുമാറാകേണം. നാരായണ നിന്നെ കാണുമാറാകേണം. ഐ അയ്യ തേ തേ തഗുധി തതദൈദൈദോ പച്ചക്കേടോ താതി തതദൈദൈദോ പച്ചക്കാളി ഇലിവു പച്ചക്കേളി താതിയൂമനന് പേര് പച്ചക്കല്ലൊത്താതിരുമേനിയും നിന്റെ പച്ചക്കല്ലൊത്താതിരുമനൊരു പേര് തത്താതൈദൈദോ കണ്ണന മുന്നിയെ തതദൈദൈദോ കണ്ണന മുന്നിയെ കാണുമാ
കണ്ണനാമുണ്ണിയെ കാണുമാറാകേണം കണ്ണനാമുണ്ണിയെ കാണുമാറാകേണം ഐ അയ്യ തേ തേ തകുതി തത്താദൈ ഗോവിന്ദ പാട്ട് ഗോവിന്ദാരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ. ആയി സൂപ്പർ ആയില്ലോ, നന്നായിട്ടുണ്ട്. ഇനി നമുക്ക് അമ്മയോട് 2 ചോദ്യങ്ങൾ ചോദിച്ചാലോ? കുഞ്ഞുനാൾ മുതല് 1 വയസ്സൊക്കെ ആകുമ്പോൾ താളം പിടിച്ചു തുടങ്ങണു, 3ാമത്തെ വയസ്സിൽ പാട്ട് പാടി തുടങ്ങണു. ഒരു അമ്മ എന്നുള്ള നിലയ്ക്ക് എങ്ങനെയാണ് ആ കുഞ്ഞിന്റെ ആ ഒരു സ്കില്ലിനെ എവിടെ വെച്ചിട്ടാണ് തിരിച്ചറിഞ്ഞത് അമ്മ? കുഞ്ഞെന്തായാലും നമുക്ക് പാടുമെന്ന് എന്തായാലും അറിയായിരുന്നു, പക്ഷെ നമുക്ക് എപ്പോൾ തൊട്ട് പാടുമെന്ന് നമുക്ക് അറിയത്തില്ലായിരുന്നു. അന്നേരം 1 വയസ്സ് തൊട്ട് നമ്മൾ എല്ലാ വഞ്ചിപ്പാട്ടിൻ്റെ ഇതിനും കൊണ്ടുപോയിരുന്നു. ആറന്മുള നമ്മൾ വള്ളസദ്യക്ക് കൊണ്ടുപോയിരുന്നു. അന്നേരം കൊടുമരച്ചോട്ടിൽ നിന്ന് ആദ്യമായിട്ട് താളം പിടിക്കുകയായിരുന്നു ചെയ്തത്. അപ്പോൾ ആ താളം പിടിച്ചു. 2ാമത്തെ വയസ്സിലും അവിടെ 2ാമത്തെ വയസ്സിലും അതുപോലെ തന്നെ താളം പിടിക്കുകയായിരുന്നു ചെയ്തത്. ഒരു 2.5 2.25 വയസ്സ് തൊട്ടാണ് ഇപ്പൊ എത്ര വയസ്സുണ്ട്? 3. ഓക്കെ. അപ്പം 2.25 2.25 വയസ്സ് തൊട്ടാണ് ഇങ്ങനെ പറയാൻ തുടങ്ങിയത്. അപ്പം നമുക്ക് ആദ്യം ഒന്നും തിരിഞ്ഞു വരത്തില്ലായിരുന്നു, എന്തോ പറയുന്നതെന്നൊന്നും മനസ്സിലാകത്തില്ലായിരുന്നു. പിന്നെ വാക്കുകൾ തിരിഞ്ഞു വരാൻ തുടങ്ങിയപ്പോഴാണ് പാടുന്ന എന്ന് അതായത് പാടുന്ന വരികളാണ് എന്ന് മനസ്സിലായത്. പിന്നെ ഈ ചെണ്ട അതൊക്കെ ഇങ്ങനെ കൊട്ടുമായിരുന്നു. താളം പിടിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ നമ്മൾ കുത്തിയോട്ടത്തിന്റെ അവിടെ പോവാണെങ്കിലും ഇവര് സാറൊക്കെ പാടാൻ നേരത്ത് അവിടെ കയറി മറ്റേ ഇതൊക്കെ കൊട്ടുകയൊക്കെ ചെയ്യും. അന്നേരം താളം പിടിക്കുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ അതായത് സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ പാടുന്നു. ഈ പാട്ടെല്ലാം യൂട്യൂബിൽ ഇങ്ങനെ കേട്ട് പഠിച്ചതാണ്. അതായത് ഈ കാർട്ടൂൺ അതിങ്ങനെ വെച്ചു കൊടുത്ത് പിന്നെ നമ്മളിപ്പോ അതായത് പറയാൻ തുടങ്ങിയപ്പോ ഇത് വേണം, അല്ലെങ്കിൽ ഈ അമ്പോറ്റിയുടെ അത് വെക്കണം, അങ്ങനെ പറഞ്ഞ് അങ്ങനെ വെപ്പിക്കും നമ്മളെ കൊണ്ട്. അങ്ങനെ കേട്ട് പഠിച്ചതാണ് പാട്ടൊക്കെ. കാർട്ടൂണിനൊക്കെ ഇഷ്ടമാണോ പാട്ട് കേൾക്കാൻ? ഓ നമ്മള് ഇഷ്ടമാന്ന് പറ. ഈ ശ്രീപത്മനാഭയൊക്കെ ആണെങ്കിലും ഈ വരിയൊക്കെ അങ്ങനെ കേട്ട് പഠിച്ചതാ, അല്ലാതെ നമ്മൾ ആരും പറഞ്ഞു കൊടുത്തതല്ല. ഇപ്പോഴാണ് പിന്നെ പറഞ്ഞു കൊടുക്കാൻ തുടങ്ങുന്നത്. ഇപ്പൊ പറഞ്ഞു കൊടുക്കുമ്പോഴാണെങ്കിൽ 1-2 വട്ടം പറഞ്ഞു കൊടുക്കുമ്പോഴേക്ക് പെട്ടെന്ന് മനസ്സിലാവുന്നുണ്ട്, പാടും. അപ്പൊ അങ്ങനെയാണ് നമ്മൾ തിരിച്ചറിഞ്ഞിങ്ങനെ അതായത് പാടുന്നുണ്ട് നല്ലതായിട്ട്. നമുക്ക് എല്ലായിടത്തും അതായത് കുഞ്ഞിന്റെ പേരിലാണ് നമ്മളിപ്പോ അറിയപ്പെടുന്നത്. അത് തന്നെ ഒരു അഭിമാനമായിട്ട് നമുക്ക്. ബാബു ശ്രീപത്മനാഭമുകുന്ദമുരാന്തക ശ്രീപത്മനാഭ പാറ ഐ ഐ ആ ആ ആ ദൈദോ ഐ ഐ യാ തെ തെ തി തത്താദൈദോ നാരായണ തിന്നെ ദൈദോ നാരായണനെ കാണുമാറാവേണം ഐ അയ്യ തേ തേ തകുതി തത്താദൈദ കാരുണപ്പാനിയായ ദൈദൈ തകദൈദൈദോ കാരുണപ്പാനിയായ തത്താദിതൈദൈ കാരുണപ്പാനിയായ തിരുമാല മൂലയപ്പൻ കാരുണവാരിധിയായ തിരുവാറൻ മൂളയപ്പൻ കാരുണവാരിധിയായ തിരുവാറൻ മൂളയപ്പൻ ദൈദൈ തകത തീതകതോ തകധീയതിത്തോദിത്തോദിഗിതോ കാരുണേരോ എന്നു എന്നു ദൈദൈ തകദൈദൈദോ കാരുണേരോ എന്നു എന്നു ദിത്തതാദിതൈദൈ കാരുണേരോ എന്നു എന്നു കാരസമിക്കണേ ദൈ കാരുണയോടെന്നുമെന്നും കാടാക്ഷിക്കേടേ ദൈ
കരുണയോടെന്നുമെന്നും കടാക്ഷിക്കേണേ. ഓ തൈതൈ തകത തീതകതോ തകതീ അതിത്തോതിത്തോതികിതം. ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ. ഹരി. മതി. ഇപ്പൊ കുഞ്ഞിനെ ഗർഭാവസ്ഥയിൽ ഇരിക്കുമ്പോ മുതലേ ചേച്ചി ഇങ്ങനത്തെ പാട്ടുകൾ കേൾക്കാറുണ്ടായിരുന്നോ? അതെ, നമ്മളങ്ങനെ കേൾക്കാറുണ്ടായിരുന്നു. അതായത് നമ്മള് ഗർഭാവസ്ഥയിൽ നമ്മൾ പറയാലോ, നമ്മൾ കേൾപ്പിക്കുന്ന പാട്ടുകളാണെങ്കിലും പറയുന്ന കഥകളാണെങ്കിലും ഒക്കെ കുഞ്ഞുങ്ങൾക്ക് കേൾക്കാൻ പറ്റും. അതിന്റെ കുഞ്ഞുങ്ങൾ റെസ്പോണ്ട് ചെയ്യുന്ന കുഞ്ഞുങ്ങൾ മൂവ്മെന്റ് ചെയ്യുന്ന അനുസരിച്ചാണ് നമ്മൾ പറയല്ലോ. അപ്പൊ ഇങ്ങനെ വഞ്ചിപ്പാട്ട് കേൾപ്പിക്കുമ്പോൾ കുഞ്ഞ് നല്ലതായിട്ട് മൂവ്മെന്റ് ചെയ്യുന്നുണ്ടായിരുന്നു. നമുക്ക് നല്ലതായിട്ട് തിരിച്ചറിയായിരുന്നു അത് കേൾക്കുന്നുണ്ടെന്നുള്ള സൈൻ നമുക്ക് അന്നോട്ട് നമുക്ക് വരുന്നുണ്ടായിരുന്നു. അമ്മ പറയുന്നത് കേൾക്കുന്നുണ്ട്. പിടിക്കണം കേട്ടോ. അടുത്ത ചോദ്യം ചോദിക്കട്ടെ. ഇപ്പൊ ചേച്ചി താരാട്ടായിട്ട് കുഞ്ഞിന് പാട്ട് പാടി കൊടുക്കുമായിരുന്നോ? ഞാൻ വീട്ടിലായിരുന്നു, ആലപ്പുഴയിലാണ് വീട്. അച്ഛൻ നല്ലതായിട്ട് പാടും. അച്ഛൻ നല്ലതായിട്ട് താരാട്ട് പാടിയായിരുന്നു ഉറക്കുന്നത്. അച്ഛൻ എല്ലാ താരാട്ടുപാട്ടുകളും പാടും. അവർ രണ്ടും അച്ഛനും അമ്മയും ആയിരുന്നു. അവർ രണ്ടുപേരും പാടി താരാട്ട് പാടിയായിരുന്നു കൂടുതൽ ഉറക്കുന്നത്. കുഞ്ഞിനെ എങ്ങനത്തെ ഏത് തരത്തിലുള്ള താരാട്ട് കേൾക്കുമ്പോഴായിരുന്നു കുറച്ചും കൂടി നമുക്ക് മനസ്സിലാക്കാലോ കുഞ്ഞിനത് കുറച്ചും കൂടി ഇഷ്ടപ്പെടുന്നത്? ഉണ്ണിവാവാവോ ഏറ്റവും ഇഷ്ടം. ആണോ? ഉണ്ണിവാവാവോ പാട്. ഉണ്ണിവാവാവോ എന്നെ ഉണ്ണിവാവാവോ ഉണ്ണിവാവാവോ ബാബി ബാബാബോ. നീലപ്പിലിവ നീലമ്പേലി കണ്ണെ പൂട്ടി പൂച്ചേടാടോ നീലപ്പീറ്റി കണ്ണെ പൂട്ടി പൂച്ചേലാടോ പൂച്ചേലാടോ. പഠിപ്പിച്ച് അപ്പു പഠിപ്പിച്ചു. അപ്പു പഠിച്ചു. അപ്പുവിന്റെ പേരെന്താ? അപ്പുന്റെ പേര് പറഞ്ഞു കൊടുക്കും. അപ്പുണ്ട് രമേശൻ. രമേശൻ. അച്ചുമുത്തിന്റെ പേര് പറഞ്ഞു കൊടുക്കും. അച്ചുമുത്തിന്റെ പേര് അച്ചുമുത്തിന്റെ പേരെന്താ? ജയ. എന്റെ അച്ഛന്റെ അമ്മേനെയാണ് അവരെന്നാണ് വിളിക്കുന്നത്. എവിടേക്കാ പോകുന്നത്? താഴെ ഇറങ്ങിട്ട് പോകുവാണോ? കുഞ്ഞാണ്. അമ്മോട് 2 ചോദ്യം ചോദിച്ചോളൂ. എന്താ അമ്മോട് ചോദിക്കാനുള്ളേ? അമ്മയോട് എന്താ ചോദിക്കുന്നത്? സുഖമാണോ ചോദിക്കുക? സുഖമാണ്. ഇപ്പൊ എങ്ങനെയാ അങ്കണവാടിക്കൊക്കെ പോകാൻ? എങ്ങനെയാ മടിയുള്ള കൂട്ടത്തിലാണോ? അവിടെ പോയിട്ട് എന്താ? അംഗനവാടി പോവാൻ എഴുന്നേക്കാൻ നല്ല മടിയാ. അതായത് രാത്രി താമസിച്ചാണ് ഉറങ്ങുന്നത്. ഉറങ്ങാൻ കളിയാണ് കൂടുതൽ. അല്ലാതെ നമ്മളൊരു വഴക്കം അങ്ങനെയൊന്നുമില്ല. കളിക്കണം, നമ്മളും കൂടെ ഒന്ന് കളിക്കണം. നമ്മൾ ലൈറ്റ് ഓഫ് ആക്കിയാൽ ഇപ്പൊ ഇടാനൊക്കെ അറിയാമല്ലോ. അപ്പൊ തന്നെ ചെന്ന് ലൈറ്റ് ഇട്ട് അങ്ങനെ ഒന്ന് കളിക്കലാണ് ജോലി. അത് കഴിഞ്ഞ് പിന്നെ എണ്ണീറ്റ് കഴിയുമ്പോ പിന്നെ നമ്മൾ ചോദിക്കുമ്പോ പറയാൻ വേണ്ട പോവണ്ട, പിന്നെ അവധിയാ, തിങ്കളാഴ്ച അവധിയാ, അതുകൊണ്ട് പോവണ്ട. പിന്നെ എന്തായാലും കുറച്ച് കഴിയുമ്പോൾ നമ്മൾ കൊണ്ടുവിടും. വിട്ട് കഴിഞ്ഞ് ഒരു 5 മിനിറ്റ് ഒക്കെ കഴിയുമ്പോഴത്തേക്ക് പിന്നെ അവിടെ ഇരുന്ന് കഴിയുമ്പോഴത്തേക്ക് കുഴപ്പമില്ല. അവിടെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ല. ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുഴപ്പമില്ല. കുട്ടികളൊക്കെ ആയിട്ട് പിള്ളേരൊക്കെ ആയിട്ട് കളിക്കാൻ നല്ല ഇഷ്ടമാണ്. ടീച്ചർമാര് പാട്ടൊക്കെ പാടിക്കൊടുക്കും. അവരെ ഇപ്പൊ പാട്ടുപാടി അങ്ങോട്ട് കൊടുക്കുക, വഞ്ചിപ്പാട്ട് പാടി അങ്ങോട്ട് കൊടുക്കുക. ഇവൻ പാടുന്നത് കേട്ടിട്ട് അവിടെയുള്ള കുഞ്ഞുങ്ങൾ പഠിക്കുന്നുണ്ടോ? ഇപ്പൊ പിള്ളേരാണെങ്കിലും പാട്ട് കേട്ട് പഠിക്കുന്നുണ്ട്. പിള്ളേർക്ക് അങ്ങോട്ട് പാടിക്കൊടുക്കുക ചെയ്യുന്നത്. അല്ലാതെ ടീച്ചർമാര് പാടുന്നതിന് മുന്നേ ഞാൻ പാടാന്ന് പറഞ്ഞ് പാടിക്കൊടുക്കുക. ഇപ്പൊ അംഗനവാടിന്ന് പാട്ടൊക്കെ പഠിച്ചു വന്നിട്ട് പാടിത്തരാറുണ്ടോ? ഇപ്പം അംഗനവാടി അതായത് ടീച്ചർ എന്തൊക്കെ പറഞ്ഞു, കഥ പറഞ്ഞു, അങ്ങനെയൊക്കെ പറയാറുണ്ട്. അതൊക്കെ നമ്മൾ എന്ത് ചെയ്തെന്ന് ചോദിക്കുമ്പോൾ നമ്മൾ ഇങ്ങോട്ട് വന്ന് പറയാറുണ്ട്. അക്ഷരം പഠിച്ചു നോക്കുമ്പോൾ റാ പഠിച്ചു എന്നൊക്കെ പറയുന്നത്. റാ ഒക്കെ ഇപ്പൊ എഴുതാൻ തുടങ്ങി. റാ അക്ഷരം എഴുതാൻ തുടങ്ങി. ഇനി എനിക്ക് ഒരു പാട്ടും കൂടി വേണം. ഇന്നാള് ഞാൻ മറ്റേ നീല നീല നീലമലയിൽ പാടുന്നത് കേട്ടു. നീല നീല നീലമലയിൽ പാടി. നീല നീല നീലാരേ സ്വാമിയേ മദ്ദലന്റെ രൂപയില് അയ്യപ്പ പുണ്ടലന്റെ ലോബിലെ നീലനന്ദോടം നീല 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 പലേലെ സ്വാമിയെ മണ്ഡലന്റെ ലോബിലെ അയ്യപ്പ പുണ്ടലന്റെ ലോബിലെ ഉള്ളി നീലനന്ദോടം സ്വാമി 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 ശരണയ്യപ്പ അയ്യപ്പ
ആ അരിസൂണ അയ്യപ്പ സൂപ്പർ. അരിസൂണ അയ്യൻ ആണെന്ന നീയൻ അരിസൂണ അയ്യൻ ആണെന്ന നിന്നെ. ആ ഓക്കെ. അപ്പോൾ ഇതൊക്കെയാണ് അച്ചുകുട്ടൻ എന്ന അർജുൻ സാരഥിയുടെ വിശേഷങ്ങൾ. ഇപ്പോൾ ഇനിയും ഒരുപാട് പാട്ടുകൾ പാടാനും ഒരുപാട് വേദികളിൽ എത്താനും ഒക്കെ അച്ചുകുട്ടന് സാധിക്കട്ടെ അല്ലേ? ഇനിയും കുറേ പാട്ടൊക്കെ പാടണം കേട്ടോ. ഡൺ. ഓക്കെ, ബൈ പറഞ്ഞേ അവരോട്. ബൈ ബൈ.